ഹായ്, ഇന്ന് നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇന്നലെ ലുലു പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഗുഡിയുടെ എൽബോ ഷേപ്പ് മക്രോണി, പിന്നെയുള്ളത് മൊസറല്ലയുടെ മൊസറല്ല ചീസ്, പിന്നെ കുക്കിംഗ് ക്രീം, പിന്നെ ബട്ടർ, അതും കൂടി ഉണ്ട്. ബട്ടർ അൽമറയുടെ ബട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 100 ഗ്രാം പാസ്ത എടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബൗൾ എടുത്ത് അടുപ്പിൽ വെച്ചു. വെള്ളം വെക്കണ്ട, അപ്പൊ ഗ്യാസ് കത്തില്ല. അപ്പൊ 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. വെള്ളം വരുന്നില്ല ഗൈസ്. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പിടാം. ഒരു കുറച്ച് ഉപ്പ് കയ്യിലെടുത്തതല്ല, ഇങ്ങനെ കുറച്ച്. ഞങ്ങളിപ്പോ ഉള്ളത് സൗദിയിലാണ്. ഞാൻ ലിജുമാന്റെ വീട്ടിലാണ്. അപ്പൊ ലിജുമാന്റെ അമ്മ ഗബിക്കുട്ടനാണ്. ഞങ്ങൾ രണ്ടുപേരും പ്ലസ് എന്റെ മോൾ അനികയും കൂടിയിട്ടാണ് ഞങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റവ് കത്തിക്ക്. ഓക്കെ, 100 ഗ്രാം പാസ്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം കുറച്ച് ഉപ്പാണ് ഇട്ട് വെച്ചേക്കുന്നത് അല്ലേ? ഓക്കെ, ഇവനാണ് നമ്മുടെ കുക്കർ അല്ലേ? പാസ്ത ഇഷ്ടമാണോ നിനക്ക്? വൈറ്റ് പാസ്തയാണ് ഇഷ്ടം? പിന്നെന്ത് പാസ്ത ഉള്ളത്? ഈ ഇവിടെയുള്ള പാസ്തകൾ ഏതൊക്കെയാ? കളർഫുൾ ആണോ പാസ്ത? റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. റെഡും വൈറ്റും. ഞാൻ പാസ്ത അധികം കഴിക്കാറില്ല. ഓരോ പാസ്തയുടെ കുക്കിംഗ് ടൈം വ്യത്യാസമല്ലേ? ഇതിന്റെ കുക്കിംഗ് ടൈം എത്ര വരുന്നത്? 8 തൊട്ട് 10 മിനിറ്റ്. 8 മുതൽ 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ്. അപ്പൊ നമ്മൾ 8 മിനിറ്റ് വരെയാണ് എടുക്കേണ്ടത്. റേഞ്ച് പറയുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ഉള്ള ടൈമാണ് കറക്റ്റ് ആയിട്ട് എടുക്കാം. 8 to 10 എന്ന് പറയുമ്പോൾ 8 മിനിറ്റ് ഇതിന്റെ കുക്കിംഗ്. ഓരോ കളറും ആണല്ലേ? കളറിനനുസരിച്ചാണോ? അല്ല, കളർ അല്ല, ആ ഡിപ്പെൻഡ്സ് അപ്പോൺ ബ്രാൻഡ്. ഓക്കെ, കളിക്കാൻ തുടങ്ങിയില്ലേ? നീ ഉണ്ടാക്കാറുണ്ടോ പാസ്ത? ആണോ? കഴിച്ചിട്ടുണ്ടോ? ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാല്ലേ? ഈ സാധനം കൂടി ഇരിക്കണ്ടല്ലോ, ഉണ്ടാക്കാം. ഓക്കെ, 1 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് പാസ്ത ഇടാം. നമുക്കിനി 100 ഗ്രാം എടുത്ത് വെച്ച പാസ്ത ഇടാം. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോ ഫ്ലെയിം കുറച്ച് തിളക്കട്ടെ. വേകുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും വേണം, അതിലേക്ക് വെളുത്തുള്ളി വേണം. ചില്ലി ഫ്ലേക്സ് ഓൾറെഡി സെറ്റാണ്. നമുക്ക് വെളുത്തുള്ളി കുറച്ച് എനിക്ക് സെറ്റാക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ അരിഞ്ഞിടാം. നമുക്ക് ഇനി അതിലേക്ക് സോസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ പേര് സണ്ണി, എവരിഡേ 1 ടീസ്പൂണ്. വളരെ ഏകദേശം കണക്കൊക്കെ ആയിട്ട് ഒഴിക്കുന്നത്. അതൊന്ന് ചൂടാവുമ്പോ ബട്ടർ ഒഴിക്കാം. ബട്ടർ ഒരു ടീസ്പൂൺ ബട്ടർ. അതൊന്ന് ഇളക്കിക്കല്ലേ. വേണമെങ്കിൽ തീർന്ന് കുറച്ചോ. അതെ, കരിഞ്ഞു പോകും. അതൊന്ന് ചൂടാവുമ്പോ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. 1 സ്പൂൺ ഇടാം അല്ലേ? ഇതിലൊരു സ്പൂൺ മതിയാ? ടേബിൾ സ്പൂൺ. നല്ല ബട്ടർ കൂടി പോലെ. ചില്ലി ഫ്ലേക്സ് ഒന്ന് അതിന്റെ ഒരു മണം ഒന്ന് പോകുമ്പോ
വെളുത്തുള്ളി ഇങ്ങനെ നമ്മള് ചെറുതായിട്ട് വെളുത്തുള്ളി. ആഹാ നല്ല മങ്ങിരുന്നല്ലോ. ഇവിടത്തെ കുട്ടി ഷെഫ് ഗബി ഉണ്ട്. നല്ല ഒരു വാസന വരുന്നു. സൂപ്പർ. നമ്മുടെ ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളി റെഡിയാണ്. നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ക്രീം നമ്മൾ ഒഴിക്കുകയാണ്. കുക്കിംഗ് ക്രീം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. തിളച്ചു പോയാ കുറച്ച് തീ കൂട്ടണം. ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോ പാസ്ത ഇടാം. നന്നായിട്ട് ഇളക്ക്, സ്പീഡിൽ ഇളക്ക്. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ യൂറ്റി വെച്ചിട്ടുള്ള പാസ്ത ഇരിക്കണം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇതിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇടാം കേട്ടോ. നല്ല മണം വരില്ല. എന്താ പറഞ്ഞ മണം വരുന്നുണ്ടെന്ന്. പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി, ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഒറിഗാനോയോ അല്ലെങ്കിൽ അങ്ങനത്തെ സീസണൽ ടോപ്പിംഗ്സ് ഒക്കെ ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഇടാം. കുറച്ചിട്ടാ മതി. ഇങ്ങനെ എല്ലായിടത്തും കാണാം. വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആവശ്യമുള്ളവർക്ക് നമുക്ക് മറ്റേ ക്യാപ്സിക്കം ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഇടാം അല്ലേ? ബീൻസ് ഇതൊന്നൂടാ, ക്യാപ്സിക്കം ക്യാരറ്റ് ഒക്കെ ഇടാം ഈ ഗാർലിക് ഇടുന്ന സമയത്ത്. എന്നിട്ട് ഫ്രൈ ചെയ്യാം അല്ലേ? ഇതില് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ ജാതിക്കായ പൊടിച്ചത് അതില്ലെങ്കിൽ ജാതിക്കായ പൊടിച്ചതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. വെള്ളം പാകാണല്ലോ അല്ലേ? വെള്ളം ഒഴിക്കണോ? കുറച്ച് ഊറ്റി വെച്ച വെള്ളം അത് വേണമെങ്കിൽ കുറച്ച് ലൂസ് ആക്കാൻ വേണ്ടി ജസ്റ്റ് കേട്ടോ കുറച്ച് വെച്ചു. താങ്ക് യു. വേണ്ട എനിക്ക് ഇളക്കണം. സ്മെല്ല് എങ്ങനെയുണ്ട്? നല്ല സുഖല്ല. ഉപ്പ് കുറവാണോ അതില്? ടേസ്റ്റ് ചെയ്ത് നോക്കിയൊന്ന്. കുറവാണോ? ഉപ്പ് കുറവാണോ കൂടുതലാണോ? മണക്ക് ഉപ്പ് ഉപ്പ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവ്. അത് പറയില്ല, കൂടുതലാ കുറവാ? ഇച്ചിരി ഉപ്പ് കുറവാണല്ലേ? വീഴുന്നില്ല സമത്ത്. കൊള്ളാട്ടോ. ഇഷ്ടായില്ലേ? അതെന്നാ അവന്റെ ചിരി കണ്ടാ? ഇഷ്ടായാ? ഇപ്പൊ തന്നിട്ടില്ല. ഇനിയിപ്പോ നോക്കണ പഴയുണ്ടാവോ? ആയിട്ടാവും. ഇത് നോക്ക്. അതെ. ഓ സൂപ്പർ. ഗബീര അപ്പൻ നന്നായിട്ട് കുക്ക് ചെയ്യും. കറക്റ്റ് ടിറ്റോ. പാചകത്തിന് സൂപ്പറാ.
കഴിച്ചു നോക്കിയാലോ? ആ, ആ. സൂപ്പർ. സ്റ്റാർട്ട്. എങ്ങനെയുണ്ട്? ആ പുള്ളി പുള്ളി പോയാ അമ്മ കഴിച്ചോക്ക്. ടേസ്റ്റ് എന്താ? അടിപൊളിയല്ലേ? സൂപ്പർ. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി കാണിക്ക്. സക്സസ്ഫുള്ളി.